സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റിലെ ഒരു സിമ്പിൾ ടോപ്പിക്. ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. എ ആൻഡ് ദ. പൊസസീവ് അഡ്ജക്റ്റീവ് മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ. കോൺസെപ്റ്റ് ഇതാണ്. അയൻഡ് ഉപയോഗിച്ച് രണ്ട് സിംഗുലർ സബ്ജക്റ്റുകളെ കൂട്ടിയോജിപ്പിക്കുമ്പോൾ ആർട്ടിക്കിളോ പൊസസീവ് അഡ്ജക്റ്റീവോ ഒരു പ്രാവശ്യം വന്നാൽ ഒരു വ്യക്തിയാണ് സൂചിപ്പിക്കുന്നത്, വെർബ് സിംഗുലർ. ആർട്ടിക്കിളോ പൊസസീവ് അഡ്ജക്റ്റീവോ രണ്ട് പ്രാവശ്യം വന്നാൽ രണ്ട് വ്യക്തികളെ സൂചിപ്പിക്കുന്നു, വെർബ് പ്ലൂറൽ. സിമ്പിളായി പറഞ്ഞാൽ അയൻഡ് ഉപയോഗിച്ച് രണ്ട് സിംഗുലർ സബ്ജക്റ്റുകളെ കൂട്ടിയോജിപ്പിക്കുമ്പോൾ ആർട്ടിക്കിളോ പൊസസീവ് അഡ്ജക്റ്റീവോ ഒരു പ്രാവശ്യം വന്നാൽ വെർബ് സിംഗുലർ, രണ്ട് പ്രാവശ്യം വന്നാൽ വെർബ് പ്ലൂറൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പോയറ്റ് ആൻഡ് ദ ഡ്രാമറ്റിസ്റ്റ് ഡാഷ് ഡൈഡ്. ദ എന്ന ആർട്ടിക്കിൾ ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ രണ്ട് വ്യക്തികളാണ്. ദ പോയറ്റ് ആൻഡ് ദ ഡ്രാമറ്റിസ്റ്റ്. പോയറ്റ് ഒരാളാണ്, ഡ്രാമറ്റിസ്റ്റ് നാടകകൃത്ത് വേറൊരാളാണ്. അതുകൊണ്ട് തന്നെ ആൻസർ പ്ലൂറൽ ആയിരിക്കും, ആർ. ദ പോയറ്റ് ആൻഡ് ദ ഡ്രാമറ്റിസ്റ്റ് ആർ ഡൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാരി ഡാഷ് ബ്രോഡ് ബൈ ഹിം. ശ്രദ്ധിക്കുക, എ എന്ന ആർട്ടിക്കിൾ ഒരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഒരു സാരി അതിന്റെ കളറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആൻസർ സിംഗുലർ വാസ്. എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാരി വാസ് ബ്രോഡ് ബൈ ഹിം. മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ക്രിട്ടിക് ഡാഷ് മൈ മദർ. മൈ എന്ന പൊസസീവ് അഡ്ജക്റ്റീവ് ഒരു പ്രാവശ്യമേ വന്നു, അതുകൊണ്ട് തന്നെ അത് ഒരു വ്യക്തിയാണ് സൂചിപ്പിക്കുന്നത്. ആൻസർ ഈസ്. മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ക്രിട്ടിക് ഈസ് മൈ മദർ. എൻ്റെ സുഹൃത്തും വിമർശകയും എൻ്റെ അമ്മയാണ്, രണ്ടും ഒരാളാണ്. ദ ഓണർ ആൻഡ് ചെയർമാൻ ഓഫ് ദ കമ്പനി ഡാഷ് ആൻ അഡ്വക്കേറ്റ്. ശ്രദ്ധിക്കുക, ദ എന്ന ആർട്ടിക്കിൾ ഒരു പ്രാവശ്യമേ വന്നുള്ളൂ, അതുകൊണ്ട് തന്നെ രണ്ടും ഒരാളാണ്. ആ കമ്പനിയുടെ ഉടമസ്ഥനും ചെയർമാനും ഒരാളാണ്, കാരണം ദ എന്ന ആർട്ടിക്കിൾ ഒരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. ആൻസർ സിംഗുലർ ആയിരിക്കും, ഈസ്. ദ ഓണർ ആൻഡ് ചെയർമാൻ ഓഫ് ദ കമ്പനി ഈസ് ആൻ അഡ്വക്കേറ്റ്. ദ പ്രസിഡന്റ് ആൻഡ് ദ ട്രഷറർ ഓഫ് ദ കമ്മിറ്റി ഡാഷ് വിസിറ്റിംഗ് ദുബായ്. ദ എന്ന ആർട്ടിക്കിൾ രണ്ട് പ്രാവശ്യം വന്നു, അതുകൊണ്ട് തന്നെ പ്ലൂറലാണ്. ആൻസർ ആർ. ആ കമ്മിറ്റിയിലെ ട്രഷറർ ഒരാളാണ്, പ്രസിഡന്റ് വേറൊരാളാണ്. ദ എന്ന ആർട്ടിക്കിൾ രണ്ട് പ്രാവശ്യം വന്നു. ദ പ്രസിഡന്റ് ആൻഡ് ദ ട്രഷറർ ഓഫ് ദ കമ്മിറ്റി ആർ വിസിറ്റിംഗ് ദുബായ്. ദ പ്രിൻസിപ്പൽ ആൻഡ് മാനേജർ ഡാഷ് കം. ശ്രദ്ധിക്കുക, ആർട്ടിക്കിൾ ദ ഒരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൽ പ്രിൻസിപ്പൽ തന്നെയാണ് മാനേജർ, രണ്ടും ഒരു വ്യക്തിയാണ്. ദ എന്ന ആർട്ടിക്കിൾ ഒരു പ്രാവശ്യം വന്നു, അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽ മാനേജർ രണ്ടും ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ വെർബ് സിംഗുലർ. ആൻസർ ഹാസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ പ്രിൻസിപ്പൽ ആൻഡ് ദ മാനേജർ ഡാഷ് കം. ദ എന്ന ആർട്ടിക്കിൾ രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ദ പ്രിൻസിപ്പൽ ആൻഡ് ദ മാനേജർ. അർത്ഥം, ആ സ്ഥാപനത്തിൽ പ്രിൻസിപ്പൽ ഒരാളാണ്, മാനേജർ മറ്റൊരാളാണ്, രണ്ട് വ്യക്തികളാണ്. ദ എന്ന ആർട്ടിക്കിൾ രണ്ട് പ്രാവശ്യം വന്നു, അതുകൊണ്ട് തന്നെ വെർബ് പ്ലൂറൽ ആയിരിക്കും. ആൻസർ ഹാവ്. തേർഡ് ക്വസ്റ്റ്യൻ. മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ ഡാഷ് അറ്റൻഡഡ് ദ ഫംഗ്ഷൻ. ഓപ്ഷൻ ഹാസ് ഓർ ഹാവ്. മൈ എന്ന പൊസസീവ് അഡ്ജക്റ്റീവ് ഒരു പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ രണ്ടും ഒരാളാണ്. അങ്കിൾ, ഗാർഡിയൻ രണ്ടും ഒരു വ്യക്തി തന്നെയാണ്. മൈ എന്ന പൊസസീവ് അഡ്ജക്റ്റീവ് ഒരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ, ഒരാളായതുകൊണ്ട് തന്നെ വെർബ് സിംഗുലർ. ആൻസർ ഹാസ്. മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ ഹാസ് അറ്റൻഡഡ് ദ ഫംഗ്ഷൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ. മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ ഡാഷ് അറ്റൻഡഡ് ദ ഫംഗ്ഷൻ. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, മൈ എന്ന പൊസസീവ് അഡ്ജക്റ്റീവ് രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അങ്കിൾ ഒരാളാണ്, ഗാർഡിയൻ വേറൊരാളാണ്, രണ്ട് വ്യക്തികളാണ്, അതുകൊണ്ട് തന്നെ ആൻസർ ഹാവ്. മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ ഹാവ് അറ്റൻഡഡ് ദ ഫംഗ്ഷൻ. ഫിഫ്ത് ക്വസ്റ്റ്യൻ. ഹർ ഫ്രണ്ട് ആൻഡ് ബെനിഫാക്ടർ ഡാഷ് കം. ഓപ്ഷൻ ഹാസ് ഓർ ഹാവ്. ഹർ എന്ന പൊസസീവ് അഡ്ജക്റ്റീവ് ഒരു പ്രാവശ്യമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അവളുടെ സുഹൃത്ത് തന്നെയാണ് ബെനിഫാക്ടർ, അതായത് അഭ്യുദയകാംക്ഷി, രണ്ടും ഒരാളാണ്. ആൻസർ ഹാസ്. ഹർ ഫ്രണ്ട് ആൻഡ് ബെനിഫാക്ടർ ഹാസ് കം.